മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നും പുറത്ത് വിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ തീരുമാനം വരുന്നത്. രഞ്ജിനിയുടെ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. റിപ്പോർട്ട് കാണാം ആദ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചതിന്റെ തലേന്ന് നടി രഞ്ജിനി സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച ആദ്യ കേസായിട്ടായിരിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. ഹർജി നിലനിൽക്കുമോ എന്ന കാര്യമാണ് കോടതി ആദ്യം പരിശോധിക്കുക. നേരത്തെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരുന്നു. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് തടസ്സമില്ലെന്ന വിധി 2 ആഴ്ച മുമ്പ് വന്നെങ്കിലും തീരുമാനം നടപ്പാക്കാൻ സർക്കാർ പിന്നെയും വൈകി. ഈ കാലയളവിലൊന്നും നടി രഞ്ജിനിയും എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. വെയിറ്റ് ചെയ്തിരുന്നു ആരെങ്കിലും. ഇത് ഞാൻ റിലൈ ചെയ്തത് വനിതാ കമ്മീഷൻ അത് അപ്ലൈ ചെയ്തില്ല. അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഞാൻ പോയത്. തന്റെ മൊഴിപ്പേർപ്പ് കാണാതെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുതെന്ന രഞ്ജിനിയുടെ ഹർജിയിൽ ഇടക്കാല സ്റ്റേയും ഹൈക്കോടതി നൽകിയിരുന്നില്ല. എന്നിട്ടും സർക്കാർ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുവെന്ന സംശയം സർക്കാർ നടപടികളിലുമുണ്ട്. അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ പോലും ഇല്ലാതിരിക്കെ എന്തുകൊണ്ട് ഇന്ന് സർക്കാർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതും സംശയകരമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. മന്ത്രിയുടെ ഒരു ന്യായം കൂടി ഇന്ന് കേട്ട ശേഷം, ഇന്ന് സിനിമാ മന്ത്രി പറഞ്ഞ കാര്യം കൂടി കേട്ട ശേഷം അതിഥികളിലേക്ക് പോകാം. റിപ്പോർട്ട് പുറത്തുവിടാത്തതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന വിവരാവകാശ ഓഫീസർക്കാണെന്ന വാദവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വരികയാണ്. സർക്കാരിനോ സിനിമാ വകുപ്പിനോ പങ്കില്ലെന്നാണ് വിചിത്രവാദം. ഈ പറയുന്ന റിപ്പോർട്ട് അതിൻ്റെ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ എല്ലാം പരിശോധിച്ച ശേഷം പുറത്തുവിടാം. പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. സാംസ്കാരിക വകുപ്പിനോ സിനിമാ വകുപ്പിനോ ഗവൺമെൻറ്റിനകത്ത് യാതൊരു റോളുമില്ല. അപ്പോൾ SPIO പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് പറയേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ പറയുന്നു ഇപ്പോൾ അവരത് പുറത്തുവിടും, അവർ വിടണം. ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ ദീദി ദാമോദരൻ, അഡ്വക്കേറ്റ് TB മിനി, ഇടതു സഹയാത്രികൻ റെജി ലൂക്കോസ് എന്നിവരാണ് ചേരുന്നത്. ശ്രീമതി ദീദി മിനി, 5 വർഷക്കാലം ഫ്രീസറിലിരുന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പുറത്തേക്ക് വരാൻ നിങ്ങളടക്കം ഫൈറ്റ് ചെയ്ത് ഒരു വിവരാവകാശ കമ്മീഷൻ വേണ്ടി വന്നു. അതിനൊരു തീയതി നിശ്ചയിക്കപ്പെടുന്നു, കുറിക്കപ്പെടുന്നു. വീണ്ടും അത് കോടതിയിലേക്ക് ഒരു ഹർജി ചെല്ലുകയാണ്. ആ ഹർജിയിന്മേൽ വീണ്ടും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ പ്രതിസന്ധി ഒഴിയുമ്പോൾ വീണ്ടും പ്രത്യാശ വരികയാണ്, വീണ്ടും ഒരു ഡേറ്റ് കുറിക്കപ്പെടുകയാണ്. ഇന്നലെ ഇതാ തിടുക്കപ്പെട്ട് അവസാന നിമിഷം ഒരു ഹർജി കൂടി സിനിമാ മേഖലയിലെ ഒരു ചലച്ചിത്ര താരത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിൽ കയറി അതിൽ ഒരു തരത്തിലും ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം പുറത്തുവിടാതിരിക്കാനുള്ള ഒരു ഘടകങ്ങളും ഇല്ലെന്നിരിക്കെ ഇന്നിപ്പോൾ അതൊരു പിടിവള്ളിയാക്കി ആർജവത്തോടെ കയറി ചാടിപ്പിടിക്കുമല്ലോ, അതുപോലെ കയറി പിടിച്ചുകൊണ്ട് സർക്കാർ ഇത് വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വെച്ചിരിക്കുകയാണ്. നിഗൂഢത സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നീതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് പോലും മുഖം തിരിക്കുകയാണോ? കേട്ടുവല്ലോ ബഹുമാനപ്പെട്ട സിനിമാ മന്ത്രിയുടെ വാക്കുകളും താങ്കൾ. നമ്മൾക്കിതിലെ കോമഡി അല്ലാതെ വേറെ ഒന്നും തോന്നുന്നില്ല. ഞാൻ അഡ്വക്കേറ്റ് TB മിനി, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ ദീദി ദാമോദരനിലേക്ക് ഒന്ന് എടുത്തു പോയ ശേഷം ശ്രീമതി ദീദി ദാമോദരൻ കേട്ട് കാണും. ഞാൻ TB മിനിലേക്ക് അതിന്റെ നിയമവശം തീർച്ചയായും തേടാം ഉടൻ. അല്ല, നേരത്തെ പറഞ്ഞത് ദീദി മിനി എന്നാണ് നിങ്ങൾ പേര് പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും എനിക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഇത് ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ ഈ സ്റ്റേ ഓർഡർ വാങ്ങാനുള്ള ആള് പുറത്തു വരരുത് എന്ന് പറയുന്ന സ്ഥലത്ത് രഞ്ജിനി പറയുന്നത് പുറത്തു വരണം എന്ന് തന്നെയാണ്. ഇത് രഞ്ജിനി പോലെയുള്ള ആൾക്കാർക്ക് അവരൊക്കെ പാനിക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കണ്ടതിന് ശേഷം അങ്ങനെ അതിനും വല്ല നിയമപരമായിട്ട് അതിന് വല്ല സാധ്യതയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് ഒരു തെറ്റുമില്ല. കാരണം 4.5 വർഷത്തോളം കോൾഡ് സ്റ്റോറേജിൽ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ വെച്ചിട്ടും ഇനിയിപ്പോ ഒരു ആഴ്ച കൂടെ ഇവര്, അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച വരെ എന്താണത് പറയുന്നതെന്ന് കേൾക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതില് പെട്ടെന്നുള്ള ഒരു വേവലാതിക്ക് കാര്യമില്ല. നമുക്ക് അതിൽ പ്രധാനമായിട്ട് തോന്നുന്നത് അവരെ കേൾക്കാൻ തയ്യാറായി എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നല്ലതായിട്ടൊക്കെ എടുക്കാം, അങ്ങനെയൊക്കെ കാണാം. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ സിസ്റ്റത്തിൽ വിശ്വാസമില്ലാത്തത്?
ഒരു കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ പ്രത്യേക നിർദ്ദേശത്തോടു കൂടിയാണ് ഇത് പുറത്തു വിടുന്നത്. എല്ലാവരുടെയും പ്രൈവസി വേണ്ട വിധം പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ട് വേണം ഇതിന്റെ ഏതെങ്കിലും ഭാഗം പുറത്തു വിടുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്ന് ഈ റിപ്പോർട്ടിന്റെ മുന്നിൽ അവർ കൃത്യമായിട്ടുള്ള ശുപാർശ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ അതിൽ കംപ്ലീറ്റ് ഗോൺ ത്രൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ റിഡാക്ട് ചെയ്യേണ്ട ഏരിയകൾ, പേജസ് മുഴുവൻ മാറ്റിയിട്ട് ആരുടെയും പ്രൈവസിക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം അത് പബ്ലിഷ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുമ്പോഴും നമ്മൾ അറിയേണ്ടത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ആക്റ്റീവായിട്ട് സിനിമയിൽ ഇപ്പോഴും ഉള്ള ഒരാളല്ല. ഇപ്പോഴും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പം കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു കാര്യം ഇന്നും അവരെ ഹോണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു മുഴുവൻ അപ്പാരറ്റസ് കൂടെ നിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഒരു സ്ത്രീക്ക് ഇത്രയും വേവലാതി ഉണ്ടാവുമ്പോൾ ഇങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ശ്രീമതി ദീദി ദാമോദരൻ, ഈ രഞ്ജിനിയുടെ ഉദ്ദേശത്തെ താങ്കൾ സംശയിക്കുന്നില്ല. പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ എവിടെ വരെയാണ് എന്തിയാണ് ഇതുവരെ എത്തുന്നത്? അപ്പോൾ ഇതുവരെ സമയമുണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് ഒരു സർക്കാരിന് മുന്നിൽ ഒരു പിടിവള്ളിയായിട്ടൊക്കെ ഇത് വരികയാണെങ്കിൽ നാളെയും ഇതുപോലെ ആളുകൾ വരും. കാരണം കാട്ടുപോത്തിന് എന്ത് ഏത്തവാഴ എന്ന് ചോദിച്ച പോലെ ഒരു പുലബന്ധ പോലും ഇല്ലാത്ത സജിമോൻ പാറയിൽ എന്ന ആൾ ആദ്യം വരികയാണ്. നോക്കൂ, അപ്പോൾ അവിടെയും ഒരു വഴിമുടക്കി. അപ്പോൾ ഇനിയും ഇങ്ങനെ ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെയും തുടർ നീക്കങ്ങളെയും ഒക്കെ തന്നെ നമുക്ക് സംശയിച്ചേ മതിയാകൂ. അപ്പോൾ സർക്കാരും അവിടെ നിന്ന് കൊടുക്കാൻ പാടില്ല. ഒരു ഉത്തരവാദിത്വമേ ഇല്ല എന്ന് സിനിമാ മന്ത്രി കൈമലർത്തുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കാണേണ്ടി വരും? ഉത്തരവാദിത്വം അല്ലെങ്കിലും സ്ത്രീകളുടെ കാര്യത്തിൽ സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വ്യവസ്ഥയ്ക്കോ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിന് നമ്മുടെ കയ്യിൽ ഒരു തെളിവില്ല. തെളിവുകളൊക്കെ മറിച്ചാണ്. ഇവിടെ ഇത് ആരെങ്കിലും ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം രഞ്ജിനി. ഇത് അവരുടെ നേരത്തെയുള്ള കൺസേൺ ആയിരുന്നു. അവരെപ്പോഴും അത് ഷെയർ ചെയ്യാറുമുണ്ട്. പുറത്ത് വരുമ്പം ആ ഡീറ്റെയിൽസ് വന്നാൽ മറ്റു കാര്യങ്ങൾ വരുമോ, അവര് മാത്രമല്ല പലരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അന്ന് മൊഴി കൊടുത്തതിൽ ഞാൻ മൊഴി കൊടുത്തിട്ടുള്ള ആളാണ്. എനിക്ക് അതിൽ കൺസേൺ ഉണ്ടായിട്ടില്ല. കാരണം അത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളതോ എന്നെ ഏതെങ്കിലും നിലയ്ക്ക് എന്നെ അലട്ടുന്നതോ എന്ന് വെച്ചാൽ ഇവരൊക്കെ പറയുന്ന പോലെ ഇമോഷണലി എന്നെ ബുദ്ധിമുട്ടിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. നിർബന്ധമായിട്ടും എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ പോയിട്ട് മൊഴിയായിട്ട് പറഞ്ഞത്. അത് പുറത്തു വരേണ്ടത് നിർബന്ധമാണ്. കാരണം എന്നെ പോലെ ഒരാളൊന്നും അവരെ സർക്കാർ ചെലവിലൊന്നും പോയിട്ടല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്തത്. ഞാനൊക്കെ എൻ്റെ സ്വന്തം നിലയ്ക്ക് പണം ചെലവാക്കി അവിടെ പോയി താമസിച്ച് അങ്ങനെയൊക്കെയാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവര് പറഞ്ഞതിൽ എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് എന്താന്ന് വെച്ചാൽ ഞാനൊക്കെ കൊടുത്ത മൊഴി പിന്നെ അവരെനിക്ക് വായിച്ച് കേൾപ്പിച്ച് തന്നിട്ട് അതിലെല്ലാം പിന്നീട് ഞാൻ പല പല ക്ലാരിഫിക്കേഷൻസ് ഒക്കെ മാറ്റിയൊക്കെ എഴുതി അങ്ങനെയാണ് അവസാനം അതിൽ ഒപ്പിട്ടിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. പക്ഷെ ആ ഒരു പാനലിനെ തന്നെ ഇത്രയും നമുക്ക് കോൺഫിഡൻസിൽ എടുക്കാൻ പറ്റാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കൺസേൺ WCCയും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഈ വനിതാ കമ്മീഷൻ പോലെ തന്നെ. അപ്പോഴൊന്നും ഇങ്ങനൊരു കൺസേൺ പറയാതെ ഇതിപ്പം ഇവരിങ്ങനൊരു പരാതി കൊടുക്കുന്നത് നമ്മൾ അറിയുന്ന പോലുമില്ല. പരാതി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ അറിയുകയാണ് ചെയ്തത്. അല്ലാതെ WCCയുടെ ഇൻസൈഡർ ഒന്നും വിളിക്കാതെ നമ്മളോട് ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അത് ഒക്കെ എനിക്ക് തോന്നുന്നത് അവർക്ക് അതായത് കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് TB മിനിയിലേക്ക് എത്താം. അതായത് രഞ്ജിനി നൽകിയ ഇപ്പോൾ പറഞ്ഞ ഈ ഹർജി അത് നിങ്ങളാരും അറിഞ്ഞിട്ടില്ല അല്ലേ? അല്ല, അതായത് ഹർജി വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. കാരണം ഇംപ്ലീഡ് ചെയ്യുന്ന കാര്യം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയും അങ്ങനെ തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മളും ഇതില് തൊട്ട് മുമ്പത്തെ സ്റ്റേ ഓർഡറിന്റെ സമയത്ത് നമ്മളും ഇംപ്ലീഡ് ചെയ്തിരുന്നത്. അപ്പോഴൊന്നും നമ്മൾ ആക്ച്വലി അതല്ല നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്, ഇങ്ങനൊരു കാര്യമാണ് എന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല, നമ്മൾ അറിയിച്ചിട്ടില്ല. നമ്മൾ അതറിയുന്നത് പരാതി അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. പക്ഷെ അവര് പറഞ്ഞതിലെ ഒരു ന്യായം അവർക്ക് അത് നിർബന്ധമായിട്ട് പുറത്തു വരണം എന്ന് തന്നെയാണ്. അപ്പൊ നമുക്കതിനെ വിശ്വസിക്കാം. ശ്രീമതി ദീദി ദാമോദരൻ, ഞാൻ മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് TB മിനി, നോക്കൂ ഈ ഒരു കേസിൽ, കാരണം എത്രത്തോളം ഉദ്ദേശത്തോടും ആർജവത്തോടു കൂടിയാണ് എടുത്തു ചാടപ്പെട്ടത്. ഒരു നടി ആക്രമിക്കപ്പെട്ട സാഹചര്യം, ആ നടിക്കൊപ്പം അവസാന നിമിഷം വരെ നിന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് TB മിനി. അപ്പോൾ ആ സമയത്ത് ഒരു സർക്കാർ, ഒരു സ്റ്റേറ്റും കാണിക്കാത്ത രീതിയിൽ വളരെ ഐതിഹാസികം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു, വായ്ത്താരികളൊക്കെ മുഴക്കി.
എന്നിട്ട് 5 വർഷം അത് ഫ്രീസറിലിരുന്നു റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം. പിന്നീടും ഇങ്ങനെയൊക്കെ വരുമ്പോൾ സർക്കാരിന് മുന്നിൽ ഒരു തടസ്സവുമില്ല എന്നാണ് ഞാൻ നിയമപരമായി വിശ്വസിക്കുന്നത്. ഹൈക്കോടതി പോലും ഈ ഹർജി ആ നിലയിലേക്ക് മറ്റ് ഒരു വഴിമുടക്കാതെ ഒരു ദിവസം നിശ്ചയിക്കുകയാണ്. അപ്പോൾ സർക്കാരിന് മുന്നിൽ മറ്റൊരു പ്രതിബന്ധങ്ങളുമില്ല. പുറത്തേക്ക് ഇന്ന് വിടാം. ഇന്ന് രാവിലെ അത് നിശ്ചയിച്ചിരുന്നു. 7 മാധ്യമപ്രവർത്തകർക്ക് അവർക്ക് ക്ഷണവും ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടിൻ കയ്യിൽ കിട്ടാൻ. അപ്പോൾ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, ഇതൊരു സ്റ്റേറ്റ് ഇൻഫർമേഷൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ചെയ്യേണ്ടത് എന്ന് ഒഴിഞ്ഞു മാറുന്നത് ശരിയാണ്? ഒരു സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രിക്ക് അത്രയും ഉത്തരവാദിത്തമേ ഉള്ളൂ. കാരണം ഏറ്റുവാങ്ങാൻ 2019 വളരെ പുഞ്ചിരിയോടുകൂടി അഭിമാനത്തോടു കൂടിയാണല്ലോ ഈ റിപ്പോർട്ട് ഏറ്റുവാങ്ങിയത്. അപ്പോൾ ഒരു ഉത്തരവാദിത്തം സ്വാഭാവികമല്ലേ? ഒളിച്ചു കളിക്കുകയാണോ ശരിക്കും സർക്കാർ? അല്ല, ഈ വക ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഈ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് അത് പുറത്തുവിടാനായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതല്ല, അത് അപേക്ഷ പ്രകാരമുള്ള നടപടികൾ ഇന്ന് 11 മണിക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതെ അല്ലേ, അതെനിക്കറിയില്ല കേട്ടാ, അതെനിക്കറിയില്ല. പറഞ്ഞോളൂ. എനിവേ, സർക്കാരിനെ സംബന്ധിച്ച് ഇതിന് എൻ്റെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സജിമോൻ ചെറിയാൻ കൊടുത്ത സമയത്ത് ഇത് സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുടെ കുബുദ്ധി എന്ന നിലയിലാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു ഗൂഢാലോചന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടെന്നാണ്. ഇതിൽ ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും വിവരാവകാശ കമ്മീഷനും പറഞ്ഞ കാര്യം, ഈ പ്രൈവസിനെയാണല്ലോ ആളുകൾ വിളിക്കും. ഇപ്പോൾ ദീദി അടക്കം പറയണത് പ്രൈവസിയുടെ കാര്യമാണ്. ഈ പ്രൈവസി മാറ്റിയിട്ട് പ്രൈവറ്റായിട്ടുള്ള അത്തരം കാര്യങ്ങൾ മാറ്റിവെച്ച് 1-ാം വോള്യം പ്രസിദ്ധീകരിക്കാതെ അല്ലാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും എന്തേ എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് ഞാൻ അന്നും പറഞ്ഞിരുന്ന കാര്യം വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തിക്കെതിരെ പറയുന്ന മറ്റൊരു വ്യക്തിക്കെതിരെ പറയുന്ന ആരോപണങ്ങൾ അയാളുടെ സമ്മതമില്ലാതെ പുറത്തുവിടേണ്ട കാര്യമില്ല. അതേസമയം പൊതുവായിട്ട് ഖേമ കമ്മിറ്റി സിനിമാ മേഖലയിൽ നടക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പുറത്തുവിട്ട് ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമനിർമ്മാണം സ്ത്രീകളുടെ ഈ മേഖലയിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടി നടത്തണമെന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ അല്ലെങ്കിൽ സംവിധായകർ അസോസിയേഷനോ അതുപോലുള്ള ആളുകളെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തില്ല, ഇതിൽ ഒരു പ്രശ്നവുമില്ല, ആ റിപ്പോർട്ട് അങ്ങനെ വരുന്നതിലോ ഇവിടെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിലോ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാനിത് വേറൊരു കാര്യത്തിലേക്ക് ചൂണ്ടിക്കാട്ടെ. അപ്പം നടിയെ ആക്രമിച്ച കേസിൽ എല്ലാ നടിക്കെതിരായിട്ട് പറയുന്ന ആളുകളും വന്നിരുന്ന് സംസാരിക്കുക, ഈ കുട്ടിക്ക് നീതി കിട്ടണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിലുമുള്ളത്. എത്ര ബാലിശമാണ് എനിക്ക് തോന്നുന്നില്ല ഹൈക്കോടതി ഇത്. കാരണം ഈ നടി രഞ്ജിനിയുടെ ഉദ്ദേശശുദ്ധി ഈ മറ്റേ ദീദി പറയുന്നത് പോലെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത്രയോ നാളുകളായി 5 വർഷമായി നമ്മളൊരു കമ്മിറ്റിയുടെ മുൻപാകെ ഒരു നിവേദനം കൊടുക്കുന്നു. അതിൽ ഈ നിവേദനം കൊടുത്തിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒന്നും തന്നെ പുറത്തു വിടരുതെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. പിന്നെയും സംശയിക്കേണ്ട ഒരു കാര്യമില്ല. അത് സർക്കാരിന് ആ സ്ത്രീക്ക് സർക്കാരിന് പരാതി കൊടുത്താൽ മതി, എൻ്റെ കാര്യങ്ങൾ പുറത്തു വിടരുത്, അത്രയല്ല ആളും നോക്കേണ്ട കാര്യമുള്ളൂ. ഞാനുമായി ബന്ധപ്പെട്ട പരാതികളോ ഞാൻ കൊടുത്തിട്ടുള്ള മൊഴികളോ പുറത്തു വിടരുന്ന വിവരാവകാശ കമ്മീഷനോട് പറഞ്ഞാൽ സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് പുറത്തുവിടേണ്ട കാര്യമില്ല. അങ്ങനെ ഇരിക്കെ ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുക, വിവരാവകാശ കമ്മീഷന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവരാവകാശ കമ്മീഷൻ ഇന്നത് പുറത്തുവിടണം. കാരണം വിവരാവകാശ കമ്മീഷന് അത് പുറത്തുവിടുകയും കൂടി വേണ്ട കാര്യമില്ല. വിവരാവകാശ കമ്മീഷൻ ആരാണോ വിവരാവകാശ പ്രകാരം ചോദിച്ചിരിക്കുന്നത് അയാൾക്ക് അത് കൊടുക്കുക എന്ന് പറയുന്നതാണ്. അതാണല്ലോ അതിൻ്റെ നിയമപരമായ കാര്യം.
സർക്കാർ പുറത്തുവിടുകയോ പുറത്തുവിടാതിരിക്കുകയോ പുറത്തുവിടുന്നതിൽ തെറ്റില്ല എന്ന് കോടതി പറഞ്ഞു. സർക്കാരിനെ സംബന്ധിച്ച് കൈയൊഴിയാനാണെങ്കിലും ഇല്ലെങ്കിലും വിവരാവകാശ കമ്മീഷൻ്റെ മുൻപാകെയാണ് ഈ വിഷയം ഉണ്ടായത്. നിയമപരമായി നോക്കുമ്പോൾ വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ പുറത്തുവിടരുതെന്ന് പറഞ്ഞ് വിവരാവകാശ കമ്മീഷന് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഹർജിക്കാരന് കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേസ്. ആ കേസ് തള്ളിക്കളഞ്ഞപ്പോൾ സ്വാഭാവികമായും വിവരാവകാശ കമ്മീഷന് കൊടുക്കുകയും വിവരാവകാശ കമ്മീഷൻ ഇതെന്ത് ചെയ്യണം, ആരാണോ വിവരം ചോദിച്ചാൽ അയാൾക്ക് കൊടുക്കേണ്ടതാണ്. സർക്കാരിന് അങ്ങനെ പുറത്തുവിടാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ആ വഴിയിലൂടെ അവർ ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇത് സർക്കാർ ഈ നമ്മൾ ചെളിയിൽ ചവിട്ടി പിന്നെയും ചവിട്ടി പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. ഈ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ ചളി എന്താണെന്ന് സത്യത്തിൽ ബോധ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സർക്കാരിലിരിക്കണ ഈ മന്ത്രിമാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ഈ ചെളിഞ്ഞ പ്രവർത്തനം നമ്മൾ കണ്ണടച്ച് പൂച്ച പാലുടിക്കണ പോലെയാണ്. ബാക്കി നാട്ടിലെ മുഴുവൻ ആളുകളും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ അവർക്കുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ട്. കാരണം ഇങ്ങനെ അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. രഞ്ജിനിയുടെ ഉദ്ദേശശുദ്ധിയെ പറയുമ്പോൾ ഒരുപാട് വേദികൾ ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് 5-6 വർഷം കഴിയുമ്പോൾ ഒരു ഹർജിയുമായി അതിന്റെ തലേ ദിവസം എത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുൽസിത പ്രവർത്തനമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെയും കുറ്റം പറയാൻ കഴിയില്ല. ശ്രീ റെജി ലൂക്കോസ്, ഈ സർക്കാർ എത്രത്തോളം ആർജവത്തോടു കൂടിയാണ് സ്ത്രീ സുരക്ഷയൊക്കെ പാടിപ്പുകഴ്ത്തി നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാരിന് മുന്നിലേക്ക് ഒരു സുരക്ഷ അല്ലെങ്കിൽ അതീവ സ്വകാര്യത എന്ന ആ ഖണ്ഡിക അതിനെ മാനിച്ചുകൊണ്ട് തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ മുന്നോട്ട് ഈ റിപ്പോർട്ട് ബാക്കിയുള്ളത് പുറത്തുവിടണമെന്ന് പറയുന്നത്. 230 ചിലവാനമുള്ള പേജുകൾ, ആ പേജുകൾ തന്നെയാണ് ഹൈക്കോടതിയും അവിടെ മറ്റൊരു തരത്തിലും അതിനെ ഒരു ചെറിയൊരു കാലതാമസം എന്താണെന്ന് ഹൈക്കോടതി കൂടി ബോധ്യപ്പെടണമാണ്. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ സർക്കാരിന് എന്താണ് ഇത്ര പിടിവാശി? ഇന്നിപ്പോൾ അത് പുറത്തേക്ക് വരേണ്ടതായിരുന്നു. മറ്റ് നിയമപ്രശ്നങ്ങളൊന്നുമില്ല സർക്കാരിന്റെ മുന്നിൽ. പിന്നെ എന്താണ് സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് കാട്ടുന്നത്? ശ്രീ റെജി ലൂക്കോസ്. അല്ല പ്രതീക്ഷ, ഇതിനകത്ത് സർക്കാരിന് എന്ത് പിടിവാശി എന്ന് പറയണേ? സർക്കാർ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഇതിനെ ഒരു നിവേദനത്തിന്റെ ഫലമായിട്ട് ഹൈക്കോടതി കേസ് നിലനിൽക്കെ തന്നെ ഇത് പുറത്തുവിടുന്നതിന് സർക്കാർ എതിരില്ല എന്ന് പറഞ്ഞു. ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നു, പുറത്തുവിടാൻ പറഞ്ഞു, ഇത്ര ദിവസത്തിനുള്ളിൽ പുറത്തുവിടാൻ പറഞ്ഞു, ആരെയും വ്യക്തിപരമായിട്ട് ഹട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുറത്തുവിടാൻ പറഞ്ഞു. വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ട് സീൽഡ് ആയിട്ടുള്ള കവറിൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ 270 വരുന്ന പേജുകൾ ഇപ്പോൾ വിവരാവകാശ കമ്മീഷനായി കൊടുത്തു. അപ്പോഴാണ് പൊടുന്നനെ ഇത് എന്താ പറയുക, ദുരൂഹമായ സാഹചര്യത്തിൽ നടി രഞ്ജിനി, ഒരു മുൻകാല നടിയായ രഞ്ജിനി ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതിയിൽ. ഹൈക്കോടതി തിങ്കളാഴ്ച തീർപ്പാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ രഞ്ജിനി എന്തിന്റെ പേരിലാണ് ഈ പരാതി കൊടുത്തുള്ളവരെ വളരെ ദുരൂഹമാണ്. എനിക്ക് തോന്നുന്ന ഒരു വാർത്താ പ്രാധാന്യം നേടാൻ വേണ്ടിയില്ല. അപ്പൊ ഇന്നിപ്പോ ഈ പരാതിയുടെ പേരിൽ അവർ നിറഞ്ഞു നിൽക്കുകയാണ് മാധ്യമങ്ങളിൽ. അതിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ച ഹൈക്കോടതി അതിന്റെ കൃത്യമായ രീതിയിലുള്ള വിധിയിൽ കൃത്യമായിട്ട് പറഞ്ഞു. നമ്മളെല്ലാം വിധി കണ്ടതാണ്. അപ്പൊ അതിനകത്ത് പിന്നെ ഈ SPIO ആണോ ഇതിന്റെ പരമാധികാരം? ആ റിപ്പോർട്ട് പുറത്ത് വിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ പറയുന്ന സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മാത്രമാണോ? സർക്കാരിന് ഒരു ഉത്തരവാദിത്വവും ലെവലേശവും ഇല്ലേ? ഇല്ല, അങ്ങനെ എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? ഗവൺമെന്റ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലേ ഒരു സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. കോടതിയുടെ നിർദ്ദേശം ഓവർകം ചെയ്യാൻ പറ്റുമോ? ആ റിപ്പോർട്ട് പുറത്തുവിടുന്ന വക്കീലെത്തിയപ്പോൾ സർക്കാരിന് പരസ്യമായിട്ട് പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട സജി ചെറിയാൻ 3-ാം വട്ടം. ഞാൻ ചോദിക്കുന്നത് ഇന്നെന്തായിരുന്നു തടസ്സം? ഇന്ന് തടസ്സമുണ്ട്. ഹൈക്കോടതി കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു നടി രഞ്ജിനി. ഹൈക്കോടതി അതിന് സർക്കാരിനോട് ഒരു വിശദീകരണം ആരാഞ്ഞില്ലല്ലോ ഹൈക്കോടതി. സർക്കാരിനോട് ഒന്നും തേടിയില്ലല്ലോ. സർക്കാരിന് മറ്റെന്താണ് നിയമപരമായിട്ടുള്ള എന്ത് പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, അത് ശരിയല്ല. ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുമ്പോൾ ആ ഹർജി കൊടുത്ത സർക്കാർ അറിയുമ്പോൾ തിങ്കളാഴ്ച ഹൈക്കോടതി അത് തീർപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ തിങ്കളാഴ്ച വരെ കാത്തിരിക്കാനുള്ള 5 വർഷം കാത്തിരുന്നില്ലേ? ആ ഒരു മര്യാദ കോടതിയോട് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു കമ്മീഷന്റെ ഒക്കെ ഒരുപാട് ഇതിനേക്കാൾ നാറുന്ന തരത്തിലേക്ക് ഒരു ഭരണാധികാരി ഒരു കമ്മീഷൻ വിളിപ്പിച്ച് ആ മുറിയിൽ ഇരുത്തുകയും മണിക്കൂറുകൾ ഇരിക്കുകയും അതിനുശേഷം ഒരു റിപ്പോർട്ടായി പുറത്തേക്ക് വരികയും ആ റിപ്പോർട്ട് ഓരോ തവണയും അത് രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ തന്നെ പൊതുമധ്യത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തു. അന്നൊന്നും ഈ സാങ്കേതികത്വമൊന്നും ആരും കണ്ടില്ല. അപ്പോൾ ഇത്രയധികം ഈ സാങ്കേതികത്വത്തിൽ കയറി പിടിക്കുന്നത് എന്തിനാണ് സർക്കാർ? അതൊരു സംശയത്തിന്റെ ലാഞ്ചന കൊടുക്കുകയല്ലേ? പ്രജീഷ് ഉദ്ദേശിച്ച കമ്മീഷൻ റിപ്പോർട്ട് ആകാന്നുള്ളത് കേട്ട പ്രേക്ഷകർക്ക് എന്താ മനസ്സിലായി? അതിനകത്ത് കോടതി വിധി ഉണ്ടായിരുന്നേ, കോടതിന് മുമ്പിൽ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നോ? ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. സ്വാഭാവികമായിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ബാധ്യസ്ഥമായ സർക്കാർ അത് ചെയ്തു.
അതിന്റെ പേരിൽ അല്ല, ഞാൻ ചോദിക്കട്ടെ ശ്രീ റെജി ലൂക്കോസ്, അതെല്ലാം മാറ്റിവെക്കൂ. ഇവിടെ എന്താണ് കോടതി വിധിയുള്ളത്? കോടതി വിധി എന്താണുള്ളത് പറയൂ. കോടതി വിധി ഈ റിപ്പോർട്ടിന്മേൽ വിവരാവകാശ കമ്മീഷന്റെ തുടർച്ചയെന്ന വണ്ണം ഹൈക്കോടതി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഈ കൊണ്ടുവരുന്ന ഹർജി മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും പുറത്തേക്ക് വിടുന്നതിൽ തടസ്സങ്ങളുണ്ടോ നിയമപരമായി? അല്ല, നിയമപരമായിട്ടുള്ള തടസ്സമില്ല എങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുമ്പോൾ ആ ഹൈക്കോടതിയുടെ തീർപ്പ് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് ജനാധിപത്യ ബോധമുള്ള ഇനി പലരും വന്ന് ഹർജി കൊടുക്കും. ആ ഹർജിയുടെ ഗ്രാവിറ്റി ഇന്നിപ്പോൾ എന്താണ് പറഞ്ഞത്? സർക്കാരിന് ഉത്തരവാദിത്തമില്ലെങ്കിൽ നന്ദി പറയുകയാണ്. കേട്ടു നോക്കാമെന്ന് ആ ഒരു നടി രഞ്ജിനിയുടെ ആ CM-നെ പുകഴ്ത്തിയുള്ള വാക്കുകൾ കൂടി ഒന്ന് കേൾക്കൂ. ഹർജി എന്തിനും മീൻസ് ഇറ്റ്സ് മൈ ലീഗൽ റൈറ്റ്. ഞാൻ റിലൈ ചെയ്തത് വനിതാ കമ്മീഷൻ അത് അപ്ലൈ ചെയ്തില്ല. അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഞാൻ പോയത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ റൈറ്റ് അല്ലേ, ഈക്വൽ റൈറ്റ് അല്ലേ? അപ്പോൾ അത് ചോദിക്കുന്നത് അവരുടെ അവകാശം. ബിക്കോസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദം ടു അപ്ലൈ. അവർ ആരും ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ട് ഐ ഗേവ്. ഞാനിത് തടസ്സപ്പെടുത്തുന്നില്ല. എനിക്ക് ഈ റിപ്പോർട്ട് പുറത്ത് വരണം. പക്ഷേ ആസ് എ പാർട്ടിസിപ്പൻറ്റ് ഞാൻ കോൺസെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലീഗൽ റൈറ്റ് ഉണ്ട്. എനിക്ക് അത് സ്റ്റേറ്റ്മെൻറ്റ് എന്താ റെക്കോർഡ് ചെയ്തത് എനിക്ക് കാണണം. ഐ ഹാവ് ഫെയ്ത്ത് ഇൻ അവർ ഗവൺമെൻറ്. നമ്മളുടെ CM നല്ല ഇതാണ്. അവർ ഇന്ന് മാറ്റി വെച്ചു എനിക്ക് വേണ്ടി. ഐ എം വെരി താങ്ക്ഫുൾ ടു CM സർ. എല്ലാവർക്കും നീതി കിട്ടണം. ഈ എസ്പെഷ്യലി എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു ട്രൈബ്യൂണൽ വേണം. ബിക്കോസ് സീരിയസ് ആണ് ഇൻസിഡൻസ് ആണ് നടക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇതൊക്കെയാണ് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി സംശയിച്ചു പോകും. കാരണം 5 വർഷം ഫ്രീസറിൽ വെച്ചു, അതിന്മേൽ അടയിരുന്നു. അല്ലാതെ സർക്കാരിന്റെ ആ ശാക്തീകരണമോ ഈ സിനിമാ മേഖലയിലെ ഈ മറ്റു രീതിയിലുള്ള ദുഷിച്ച മാർഗങ്ങളോ അല്ലെങ്കിൽ ശരികേടുകളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഉദ്ധരിക്കാൻ വേണ്ടിയും നല്ല സന്ദേശം ഉറപ്പാക്കാൻ വേണ്ടി ഈ സർക്കാരല്ല ഇച്ഛാശക്തിയോട് ഞങ്ങളിതാ നാളെ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞത്. അതിനുവേണ്ടി ഒരു പോരാട്ടം വേണ്ടി വന്നു. അതിൻ്റെ പോരാട്ടത്തിന് അണിചേർന്ന ആളുകൾ അടക്കമാണ് ഈ വേദിയിൽ ഫ്ലോറിലിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഈ ഉദ്ദേശശുദ്ധിയെ ഞങ്ങൾ എങ്ങനെ കാണണം? അല്ല, തീർച്ചയായിട്ടും ഒരു നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാത്തിരിക്കുക. ഇപ്പൊ രഞ്ജിനിയുടെ പറഞ്ഞ മുഴുവൻ കാര്യം നമ്മൾ കേട്ടില്ല. അപ്പൊ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. സിനിമ എന്ന് പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. സിനിമ എന്ന് പറയുന്ന ആ ഇൻഡസ്ട്രിയിനകത്ത് ഒരിക്കലും പുറത്തുവിടാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇല്ലാ കഥകൾ ആരെങ്കിലും മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വരുന്ന ആ ഇൻഡസ്ട്രി തകർക്കുന്ന രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കാനുള്ള സർക്കാരിന് സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ്? അവിടെ ഈ അവരിപ്പോ മുഖ്യമന്ത്രി വെയിറ്റ് ചെയ്യുന്ന പറയുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ആരും വെയിറ്റ് ചെയ്യുന്നത്? മുഖ്യമന്ത്രി സർക്കാർ കോടതിയുടെ തീർപ്പ് വെയിറ്റ് ചെയ്യുക. അത് മുഖ്യമന്ത്രി അല്ല, മന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? നമുക്ക് മറ്റുള്ളവരുടെ എന്തെങ്കിലും ദുഷ്ടകരങ്ങൾ ശരി, ഞാൻ ചെറിയൊരു കണക്ഷൻ പ്രശ്നമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി ദീദി ദാമോദരൻ, അതായത് നമുക്കെല്ലാം മാറ്റിവെക്കാം ഇനിയും. കാരണം ഓരോരുത്തരെയും കുറിച്ചും ഓരോരുത്തരുമായി ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ പ്രതികരണം വരുമ്പോഴും അവർക്കൊക്കെ അതിനൊക്കെ ഒരു ഉപാധി എന്ന വണ്ണം ഈ കമ്മീഷന്റെ തന്നെ ഒരു പൊതുതത്വത്തിലെ രത്ന ചുരുക്കത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ സാഹചര്യങ്ങൾ, പലരും നൽകിയ മൊഴി, അതിന് അനുബന്ധമായി ചേർക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ എന്നൊക്കെയുണ്ട്. അതെല്ലാം പോട്ടെ, ഇത് നല്ല രീതിയിലൊരു ചർച്ചയ്ക്ക് വിധേയമാകുമായിരുന്നു. ആരുടെയെങ്കിലും പ്രൈവസിയെ ഹനിക്കാനല്ല, ആരെങ്കിലും പറഞ്ഞത് കേട്ട് അല്ലെങ്കിൽ ഹിയർസേ കേട്ട് അതിന് പിന്നാലെ പോകാനല്ല. പക്ഷേ പൊതുവായി ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു കാർമേഘമുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് കൃത്യമായൊരു ബോധ്യവുമാണ്. അപ്പോൾ മുൻനിർത്തി ഒരു ചർച്ച പോലും കേരളത്തിൽ നടക്കുമായിരുന്നു. രാവിലെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം അങ്ങ് ശരിയാകുമെന്നല്ല, അങ്ങനെ ഒരു മോഹമേ ആർക്കുമില്ല. പക്ഷെ ഇതൊരു ചർച്ചയ്ക്ക് വിധേയമാകുമായിരുന്നു. ആ ചർച്ചയ്ക്ക് പോലും ഈ മാറ്റിവെച്ച ഫിൽറ്റർ ചെയ്യപ്പെട്ട ആ പേജുകൾ പോലും പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ അതൊരു പിടിവാശിയാണോ? വന്നു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും മുഖം ആ ഒരു ലഘു ആ പ്രതലത്തിൽ പോലും ഹനിക്കപ്പെടുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനെ പറയുക, വ്യാഖ്യാനിക്കുക? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നതിന്റെ പൊട്ടൻഷ്യൽ ഇതിന് കാരണമാക്കിയിട്ടുള്ള CM-ഉം കഴിഞ്ഞ മിനിസ്റ്റർ അവര് പോലും അതിന്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഇതൊരു വലിയ ക്ലെയിം ആയിട്ട് കൊണ്ടു നടക്കുമായിരുന്നു. അഭിമാനത്തോടെ കൂടെ ചേർക്കാവുന്ന ഒരു വലിയ ബാഡ്ജായിരുന്നു, കൊണ്ടുപോകാനാവുമായിരുന്നു. പക്ഷെ ആ രീതിയിലൊന്നും അല്ല അതിനെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഇതെല്ലാം കൂടെ റെഡ്യൂസ് ചെയ്തിട്ട് കുറച്ച് സ്ത്രീകൾക്ക് ചില ആൾക്കാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്നതിലേക്ക് അതിനെ ചുരുക്കി കെട്ടുന്നതിൽ പരം വലിയൊരു തെറ്റ് വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം
ഇതില് ടേംസ് ഓഫ് റെഫറൻസ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഏറ്റവും അവസാനത്തെ വേർഡിക്റ്റില് ആ 6 A to G വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി നിർത്തിയാലും സ്ത്രീകൾക്ക് ഒരു തൊഴിലിടം എന്ന നിലയിൽ സിനിമ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയൺമെന്റ് ആയിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള എൻവയൺമെന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് എത്ര പ്രധാനമാണ് എന്ന് ബാക്കിയുള്ള ടേംസ് ഓഫ് റെഫറൻസ് നോക്കിയാൽ നമുക്കറിയാം. അതിലൊന്നു മാത്രമാണ് ഇവർ ഈ പറയുന്ന, അതിൽ തന്നെ കുറച്ച് പേര് പറഞ്ഞതിനെ പറ്റിയാണ് ഇവർ ഈ എല്ലാവരും കൂടെ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് സീറോയും ചെയ്യുന്നത് ഒറ്റ പോയിന്റിലേക്കാണ്. അത് ഹാരസ്മെന്റിനെ പറ്റി, എസ്പെഷ്യലി സെക്ഷൽ ഹാരസ്മെന്റിനെ പറ്റി പറഞ്ഞ കുറച്ച് മൊഴികളോ ഉണ്ട് എന്ന് വിചാരിക്കുന്ന പേരുകളോ ഒക്കെയാണ്. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഒന്നാമത് ഈ റിപ്പോർട്ട് തന്നെ പുറത്തു വരുന്നത്. നേരത്തെ മിനി പറഞ്ഞതുപോലെ ഈ എവിഡൻസ് ഒക്കെ കൂടെ ഒരു പുസ്തകത്തിലും അത് പബ്ലിക് ഡൊമൈനിലേ ഇല്ല. ബാക്കിയുള്ള ഒരു പുസ്തകം അതിൽ നിന്നും അവർ മനസ്സിലാക്കിയത് അത് വെച്ചിട്ട് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ കേരളം അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇത്രയും സമയം അത് കോൾഡ് സ്റ്റോറേജിൽ വെക്കുക എന്ന് പറയുന്നത് ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യം അനാവശ്യമായിട്ട് ദീർഘിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഇതിന് കാരണം ആരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പഠന റിപ്പോർട്ട് വേണം എന്ന് തീരുമാനിച്ചത്? അതൊക്കെ വലിയ ക്ലെയിമാണ് ശരിക്കും. അതൊക്കെ വലിയ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നതിന് പകരം ഇപ്പോ അതിനെ പൂഴ്ത്തിവെക്കാൻ അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാൻ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന് മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനൊക്കെ ശ്രമിക്കുന്നത് നമുക്ക് പ്രശ്നമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അത്ഭുതമില്ല. കാരണം സ്ത്രീകൾക്ക് നീതി കിട്ടുന്ന രീതിയൊന്നും അല്ല, ഈ അങ്ങനെയുള്ള ലോകക്രമത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അതിനെപ്പറ്റി ബോധ്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അതിന്റെ ബാക്കി ടേംസ് ഉണ്ടല്ലോ, അതെങ്കിലും അവര് പരിഗണിക്കേണ്ടതുണ്ട്. ഇവര് ഇപ്പം പറഞ്ഞതുപോലെ ഇനിയും ഇത് ദീർഘിപ്പിക്കുക എന്ന് പറയുന്നത് അത് കോസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. എത്രയോ ആൾക്കാര് ഇതിൽ മൊഴി കൊടുത്തപ്പോഴും ഇനിയും പണിയെടുക്കാനുള്ള സ്ത്രീകൾ, കഴിഞ്ഞ പരാതി പറഞ്ഞ 6 പേരിലും ഒരു നടപടിയും ഇക്കേണ്ട കാലം മുഴുവനും 6 പേരിലും ഒരു പരാതി വന്നിട്ടില്ല, ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനിയുള്ള എല്ലാവരും തുറന്നു പറഞ്ഞത്. പിന്നെ അതെ, ഒറ്റ കാര്യം ചോദിച്ചോളേ ശ്രീമതി ദീദി ദാമോദരൻ, ഇപ്പോഴും നമ്മൾ ആ എല്ലാം ഫിൽറ്റർ ചെയ്ത് വരുന്ന പേജുകളായിരിക്കാം, അതിനെ പോലും ഭയക്കുന്ന ആളുകളുണ്ടോ? ഇതൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഫോടനാത്മകമാകുന്ന ഒരു സാഹചര്യമുണ്ടോ? അതല്ല, അങ്ങനെ സർക്കാരിനെ പോലും വരുതിയിൽ നിർത്താൻ തക്ക ഒരു ദിവസം അത് വൈകിപ്പിക്കട്ടെ എന്ന രീതിയിലുള്ള അധികാരശേഷിയുള്ള ആളുകൾ ഉണ്ടോ? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നോ ദീദി ദാമോദരൻ? അത് തടയാൻ നടത്തുന്ന പ്രഷർ ഉണ്ടല്ലോ, അത്ര തന്നെ ഗ്രാവിറ്റി ഉണ്ട് അവരൊക്കെ ചെയ്തു പോയ കുറ്റങ്ങൾക്ക് എന്നാണ് ഇത് ശരിക്കും നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം. അതാണ് എത്ര കണ്ട് ഇതിന് മേലെ അവർക്ക് അവരുടെ ഭീരുത്വം ഉണ്ടോ അത്ര കണ്ട് അവർ അഗ്രസീവും അത്ര കണ്ട് ക്രൂവലുമായിട്ടാണ് അവർ ആ സ്ത്രീകളോട് പെരുമാറിയിട്ടുണ്ടാവുക എന്ന് വേണം നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഇല്ലെങ്കിൽ ഈ വേവലാതി അവർക്കും വേണ്ടതില്ലല്ലോ. കാരണം അതിന്റെ തിരിച്ചടികൾ അവർക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്തായിരിക്കും. പക്ഷെ ഈ ശബ്ദങ്ങളൊന്നും പുറത്തു വരാതിരിക്കണം എന്ന് അവർ എത്ര ശ്രമിച്ചാലും ഈ ഒരു പഠന റിപ്പോർട്ട് എന്നെങ്കിലും പുറത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റുള്ളൂ. പറ്റുന്നത് വരെയും മാധ്യമങ്ങൾ വിജിലന്റ് ആണ്, നമ്മളെല്ലാരും വിജിലന്റ്. അവിടെ WCCയുടെ റോൾ എന്തായിരിക്കും ശ്രീമതി ദീദി ദാമോദരൻ? WCC ത്രൂ ഔട്ട് ആൾക്കാരുടെ പരിഹാസം നമ്മൾ വകവെക്കാറില്ല. ത്രൂ ഔട്ട് വിസിൽ ബ്ലോവേഴ്സ് തന്നെയായിരുന്നു. ഇതൊക്കെ വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള റിസൾട്ട് അല്ലേ ഈ ഉണ്ടാക്കിയെടുത്തത്. അത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ അല്ലേ, മുൻപേ നമുക്ക് പരിചയമുണ്ടോ ഇങ്ങനെ? അത് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് എന്നും നമ്മൾ വലിയ കാര്യങ്ങളൊന്നും അല്ല WCC മുന്നോട്ട് വെച്ചത്. ഇവിടെയുള്ള ലോ ഉണ്ടല്ലോ, ലോ ഓഫ് ദ ലാൻഡ്, അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതില് സിനിമാ മേഖല ഒരു എക്സെപ്ഷൻ അല്ല. അത് മറ്റെല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത് പോലെ സിനിമയിലും ജോലി ചെയ്യാൻ പറ്റണം. സിനിമയ്ക്ക് മാത്രമായിട്ട് തീർച്ചയായും ദീദി ദാമോദരൻ ഒന്ന് തുടരുക. നമുക്ക് കുറച്ച് സമയം കൂടി എടുക്കുകയുള്ളൂ. ചെറിയൊരു ഇടവേള എടുത്ത ശേഷം അതിവേഗം തിരികെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ വീണ്ടും ഒളിച്ചു കളിക്കുകയാണ് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി ദീദി ദാമോദരൻ, ഇതൊരു പോരാട്ടത്തിന്റെ സമയമാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരാതിരിക്കാനുള്ള പ്രതിബന്ധങ്ങളിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി WCC ഇടപെടണം. WCCക്കകത്ത് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് പഴയതുപോലെ നടക്കുന്നുണ്ടോ? അങ്ങനെ ഈ വിഷയത്തിലും ഒരു ശ്രദ്ധ ക്ഷണിക്കലിൻ്റെ ഭാഗമായി WCCക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒപ്പം ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ കൂടി ഒരു നിറം ചാലിച്ച രീതിയിലുള്ള ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ ഓൺലൈനുകൾ ആ രീതിയിലേക്ക് ചില ഓൺലൈനുകളൊക്കെ ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ അനുവദിക്കരുത്. ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അംശങ്ങളെയും ആ രത്നച്ചുരുക്കത്തെയും മുൻനിർത്തിയുള്ള തുടർച്ച
ഉണ്ടാകണം, നിയമതലത്തിലടക്കം. അതിനൊക്കെ പോരാട്ടത്തിന്റെ തീക്ഷ്ണത വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ WCCയുടെ റോള്, അത് ദൃഢത കുറയാതെ എന്തായിരിക്കാം? WCC ഇപ്പൊ പോരാട്ട സമയമാണ് എന്ന് പറയേണ്ടതില്ല. WCC പോരാടുക തന്നെയായിരുന്നു. ഇതില് ഈ കഴിഞ്ഞ തവണ സ്റ്റേ ഓർഡർ വന്നപ്പോഴും WCC ഇംപ്ലീഡ് ചെയ്തിട്ടുണ്ട്. WCC ത്രൂ ഔട്ട് വിജിലന്റ് ആണ്. വുമൻ കമ്മീഷനായിട്ട് വുമൻ കമ്മീഷൻ നമുക്ക് പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. സതീദേവി വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് WCCയുടെ കൂടെ നിന്നിട്ടുള്ളത്. സ്ത്രീകളുടെ ആവശ്യങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ നിയമ പോരാട്ടത്തിൽ തന്നെയാണ്. ഇതിലും നമ്മൾ കക്ഷി ചേർന്നിട്ടുണ്ടല്ലോ. അതുകൂടാതെ ഈ അത്തരം കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താതെ ഒറ്റ ഒരാൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല. ശരി, വളരെയധികം നന്ദി. കാരണം സമയക്കുറവുള്ളതുകൊണ്ട്, അതിൻ്റെ സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് ദീദി രാമോഹനിലേക്ക് എത്താൻ കഴിയില്ല. അഡ്വക്കേറ്റ് TB മിനി അവസാനമായി, കാരണം വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, നേരത്തെ ദീദി രാമോഹനോട് ചോദിച്ചതുപോലെ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നാൽ പല ബിംബങ്ങളും ഉടയപ്പെടും. കാരണം ഇതിൻ്റെ സ്വകാര്യത സന്ദർഭങ്ങൾ, ആ പേജുകൾ എഡിറ്റ് ചെയ്ത് കത്രിക വെച്ചാൽ കൂടിയും അതിലേക്ക് പുറത്തേക്ക് വരുന്ന 233 ചില്ലുമാനം പേജുകളിലൂടെ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെയും ഭയക്കുന്ന ആളുകളുണ്ടോ? അവരൊക്കെ ഈ സർക്കാരിൻ്റെ മേൽ വളർന്ന് പന്തലിച്ച അധികാരശേഷിയുള്ള ആളുകളാണോ? എന്താണ് സർക്കാരിന് അവിടെ റോള്? സർക്കാരിന് എന്തുകൊണ്ടാണ് അവിടെ മുട്ടിടിക്കേണ്ടി വരുന്നത്? അത് നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഈ ചർച്ചകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തു വരാനുള്ള സാധ്യതയുമില്ല. കാരണം പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവർ കൊടുത്തുള്ള മൊഴികളില്ല, എവിഡൻസുകളില്ല. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ കമ്മിറ്റി ചെയർമാൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഡിസ്കഷൻസോ അല്ലെങ്കിൽ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരാനുള്ള സാധ്യതയുള്ളൂ. അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോഴും ആ പക്ഷെ അതിൽ പോലും ഈ വഴിമുടക്ക് ഹർജികൾ വരുമ്പോൾ എങ്ങനെ എന്ത് സംശയിക്കണം? അല്ല, ഇത് നമ്മൾ എല്ലാവരും ഈ നാട്ടിലെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രത്യേകമായി പറയേണ്ട കാര്യം, ഒരു വാക്ക് പറയേണ്ട കാര്യമില്ല ഇതിൽ. അത് കോമഡി എന്ന് പറയുന്നതാണ് ശരി. അത് അപ്പം ഈ രഞ്ജിനി പറയണത് നിങ്ങൾ കേട്ടാ, അവർക്ക് വല്ല വ്യക്തതയുണ്ടോ? അവരെന്തിനാണ് ഇത് ചെയ്തതെന്ന് അവർ പറഞ്ഞത്? റിപ്പോർട്ട് പുറത്തു വരണം, ഞാൻ പറഞ്ഞത് എന്തിട്ടാന്ന് എനിക്ക് കേൾക്കണം. ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാതെയാണോ ഈ കൊടുത്തേക്കണത്? അപ്പം ഇതൊരു കോമാളിയായി പോവുകയാണ്. സ്ത്രീകളെ തന്നെ ഉപയോഗിച്ച് മറ്റാരോ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നു എന്നേ നമുക്കിതിൽ മനസ്സിലാവുന്നുള്ളൂ. അവർ തികഞ്ഞ കോമാളിത്തരമാണ് അവർ പറയണത്. കാരണം ഞാൻ എന്താണ് ഞാൻ കൊടുത്തേക്കണതെന്ന് എനിക്ക് കാണണം. അത് പുറത്തുവിടരുതെന്നാണ് വിവരാവകാശ കമ്മീഷനും ഹൈക്കോടതിയും പറഞ്ഞേക്കണത്. അപ്പോൾ അതുകൊണ്ട് അവരെ പോലും അത് കാണിക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, അത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് അവിടെ പരിശോധിക്കാനോ നോക്കാനോ തടസ്സങ്ങൾ ഇവിടെ ഇല്ല. അവരോട് ഞാൻ കൊടുത്ത മൊഴി, എനിക്കിപ്പോൾ ഞാൻ ഒരു കമ്മീഷൻ്റെ മുന്നിലോ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലോ ഞാൻ കൊടുത്തൊരു മൊഴി അത് തന്നെയാണോ എന്ന് എനിക്ക് പരിശോധിക്കണമെങ്കിൽ എനിക്ക് അവിടെ പോയി പരിശോധിക്കാവുന്നതുള്ളൂ. ഹൈക്കോടതിയിലേക്ക് പറഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവർ പറഞ്ഞ ഈ റിപ്പോർട്ട് പുറത്തു വിടണം. അപ്പം രണ്ടും കോൺട്രഡിക്ഷനായിട്ടല്ലേ അവർ സംസാരിക്കണത്. അപ്പം തന്നെ ഇത് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നോ ആർക്ക് വേണ്ടിയാണെന്നോ ഉദ്ദേശം എന്താണെന്നോ അവർക്ക് ശരിക്കും ആ ഹർജിയിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും വ്യക്തതയില്ല എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം. അതായത് അഡ്വക്കേറ്റ് TB മിനി ഒരു ടൂളായി മറ്റാരുടെയെങ്കിലും ടൂളായി പ്രവർത്തിക്കുന്നു എന്ന സംശയമുണ്ടോ? കാരണം തലേ ദിവസമാണ് വരുന്നത്, പിറ്റേന്നാണ് റിപ്പോർട്ട് പുറത്തേക്ക് വരുമെന്ന് തോന്നുന്നത്. അപ്പോൾ ആദ്യം സജിമോൻ പാറയിൽ ഇറക്കുമ്പോൾ അവിടെ കോടതി ചോദിക്കുന്നത് സജിമോൻ എന്താണ് റോള്? ഒരു റോളുമേ ഇല്ല സജിമോന്. അപ്പോൾ അടുത്ത മൊഴി നൽകിയ ആളെ പിക്ചറിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് നമ്മൾ സംശയിക്കേണ്ടത്? സംശയത്തിന്റെ ആഴം കൂടുന്നുണ്ടോ? അതെ കറക്റ്റ്, അതാണ് വഴി. അത് കഴിഞ്ഞ് അവർക്കാണെങ്കിൽ മൊഴി നൽകി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കോടതിയിൽ കൊടുക്കുന്ന മൊഴികളുണ്ട്. സ്ത്രീകളായാലും കുട്ടികളാണെങ്കിലും ഒക്കെ കോടതിയിൽ കൊടുക്കുന്ന മൊഴികളുണ്ട്. അത് സർട്ടിഫൈഡ് കോപ്പി എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടില്ലേ? ആ സർട്ടിഫൈഡ് കോപ്പിയല്ലേ? നിങ്ങൾക്ക് അറിയാമോ, കോടതിയുടെ പ്രൊസീജിയർ അനുസരിച്ച് ഏതൊരു മൊഴിയും നമ്മൾ സർട്ടിഫൈഡ് കോപ്പി കൺസേൺഡ് പാർട്ടീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും.
അപ്പോൾ ഈ കൺസേൺഡ് പാർട്ടി ആയിട്ടുള്ള രഞ്ജിനിക്ക് ഈ മൊഴി കിട്ടാൻ ഒരു പണിയുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ പോയി കോടതി പോകേണ്ട കാര്യമില്ല. ഈ കോടതി പോയേക്കണത് സജീവൻ പാറയിലെ ഇത് തകർന്നു പോയി. അപ്പോൾ പിന്നെ അടുത്ത ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. അവരുടെ റിപ്പോർട്ട് പുറത്തു വിടണ്ട, ഞങ്ങൾക്ക് അവരുടെ റിപ്പോർട്ട് ആവശ്യമില്ല. നമുക്ക് അവരുടെ റിപ്പോർട്ടേ വേണ്ട, അവരുടെ പ്രൈവസിയും വേണ്ട, അവർ കൊടുത്ത മൊഴിയും വേണ്ട, ബാക്കിയുള്ളത് പുറത്തു വിടാലോ. ശരി, വളരെ നന്ദി ശ്രീമതി അഡ്വക്കേറ്റ് ടി ബി മിനി. ഒപ്പം ദിതി ദാമോദരൻ, റെജി ലൂക്കോസ്. എന്തായാലും സംശയങ്ങൾ ഒരുപാട് സർക്കാരിന് മേൽ കൂടി വരികയാണ്. കാരണം സർക്കാരിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ ഇത് പുറത്തേക്ക് വരേണ്ടതായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ അതിന്മേൽ ഒരു ഹർജി പിടിവള്ളിയാക്കി സർക്കാർ വീണ്ടും വാതിൽ അടയ്ക്കുന്നു. അങ്ങനെ വീണ്ടും പ്രതീക്ഷകൾ അസ്തമിക്കുന്നുവോ എന്ന തോന്നലുണ്ടാകുന്നു. എന്തായാലും തിങ്കളാഴ്ച ഹൈക്കോടതി ഈ രഞ്ജിനിയുടെ ഹർജിയിൽ മേൽ ഒരു തീർപ്പ് പുറപ്പെടുവിക്കും എന്ന് പ്രതീക്ഷിക്കാം.